നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 ശനിയാഴ്ചയാണ്. മീനം 29. മോർണിംഗ് ന്യൂസിനെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇടുക്കി തൊടുപുഴയിൽ കച്ചവട പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രവിത്താനം സ്വദേശി എബിനാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതി ജോമോന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടതുൾപ്പെടെ ഇയാൾക്കറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിരുന്നു. കൊലപാതകത്തിന് ശേഷം ജോമോൻ ആദ്യം ഫോണിൽ വിളിച്ച് ദൃശ്യം 4-ാം ഭാഗം നടപ്പാക്കിയെന്ന് പറഞ്ഞതും എബിനോടായിരുന്നു. ഇരുവരുടെയും ഫോൺ സംഭാഷണ വിശദാംശങ്ങൾ പോലീസിന് കിട്ടി. ഇരുവരുടെയും ശബ്ദപരിശോധനയും അന്വേഷണ സംഘം പൂർത്തിയാക്കി. ഗൂഢാലോചന, കുറ്റകൃത്യം, മറച്ചുവെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരം അറിയാവുന്ന ജോമോന്റെ ഭാര്യയെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഒളിവിലാണ്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ കുര്യൻ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കായി CMRL എക്സാലോജി കരാറിലെ SFIO റിപ്പോർട്ട്. കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വഞ്ചന, തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ കനത്ത പിഴയും കുറ്റകൃത്യത്തിന്റെ ഗൗരവമനുസരിച്ച് 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷയും ലഭിക്കാം. വിവരങ്ങളുമായി ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉരുക്കായിരിക്കുകയാണ് നിലവിൽ CMRL എക്സാലോജി കരാറിലെ കോടതിയുടെ നിരീക്ഷണം. അതായത് കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയത്. വഞ്ചന, തെറ്റായ വിവരങ്ങൾ നൽകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ കനത്ത പിഴയും കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷയും ലഭിക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വീണ വിജയൻ അടക്കമുള്ളവർ വൈകാതെ വിചാരണാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SFIO കടക്കുമോ എന്നുള്ളതും ഇനിയിപ്പോൾ കണ്ടറിയണം. SFIO കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടെ EDക്കും ശക്തമായ ഇടപെടൽ നടത്താൻ വഴിയൊരുങ്ങുകയാണ്. അതേസമയം ഈ കോടതിയുടെ നിരീക്ഷണം ഇതാദ്യമായാണ് കോടതി തന്നെ ഇതിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും CPIMനും ഇതിൽ പ്രതിരോധം തീർക്കുക കുറച്ച് ബുദ്ധിമുട്ടാകും. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനും സാധ്യതയുണ്ട്. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് ആരംഭിക്കും. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ. നിർമ്മാണത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഇന്നലെ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു നടപടി. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരത്തിനിടെ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട് സർക്കാർ. വിശദാംശങ്ങൾ എന്താണ് സുർജിത്ത്? റിജിത്ത്, ഇന്നു മുതൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നീക്കമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വൈകില്ല എന്നുള്ള പ്രതീക്ഷകൾക്ക് കരുത്ത് ആകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 26 കോടി രൂപ കെട്ടിവെച്ചിരുന്നു. അതിന് പുറമെ 17 കോടി രൂപ കൂടി കെട്ടിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ ആ നടപടി പൂർത്തീകരിച്ചിരുന്നു. ജില്ലാ ഭരണകൂടം അതിനുശേഷമാണ്, അതായത് ട്രഷറി രാത്രി തുറന്ന് അതിനുശേഷം പണം പിൻവലിച്ച് വേഗത്തിൽ തന്നെ നടപടി പൂർത്തിയാക്കി. ഹൈക്കോടതിയിൽ ആ തുക കൂടി കെട്ടിവെച്ചു. ഇതിനുശേഷമാണ് ജില്ലാ ഭരണകൂടം ഒന്നടങ്കം, അതായത് ജില്ലാ കളക്ടർ DR മേഘശ്രീ, അതോടൊപ്പം ADM ദേവകി, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ, അതായത് ഭരണ സംവിധാനം മുഴുവൻ വേഗത്തിൽ തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് എത്തുകയും അതേ തുടർന്ന് അവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം ഏറ്റെടുത്തായുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. നേരത്തെ ഈ പ്രതീകാത്മകമായാണ് ഈ ചടങ്ങ് നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയത്. അങ്ങനെയാണ് അവിടെ
പ്രാഥമിക ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ നടപടിയടക്കം പ്രതീകാത്മകമായി നടത്തുകയായിരുന്നു. എന്തായാലും എസ്റ്റേറ്റ് ഉടമകൾ ഇതിനിടയിലാണ് വ്യവഹാരവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇനി കൂടുതൽ വ്യവഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ള നടപടികളുടെ ഭാഗമായി തന്നെയാണ് വേഗത്തിൽ തന്നെ ഈ നടപടി പൂർത്തിയാക്കിയത്. ഇവിടെ റോഡുകളും ഒപ്പം തന്നെ മറ്റു അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള മാതൃകാ ടൗൺഷിപ്പാണ് തയ്യാറാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വീടുകളുടെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വേഗത്തിൽ കിടക്കാനും അതൊരു 8 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടൗൺഷിപ്പിന്റെ ഭാഗമായുള്ള 64 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, സൂർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. SKN40 കേരള യാത്ര മലപ്പുറം ജില്ലയിൽ 3-ാം ദിവസത്തിലേക്ക് രാവിലെ 7 മണിക്ക് മഞ്ചേരിയിൽ നിന്നാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം. ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 8:30 മഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലെത്തും. അവിടെ വെച്ച് ഗാലക്സി തെക്കുംപുറം ഫിഫ മഞ്ചേരിയുടെ ജേഴ്സി ലോഞ്ചിങ് നടക്കും. 11 മണിക്ക് വണ്ടൂർ സഖ്യ കോളേജിൽ SKN വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഉച്ചയ്ക്ക് ശേഷം ചുങ്കത്തറ മാർത്തോമ കോളേജിലും ശേഷം കൊണ്ടോട്ടി കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂളിലും ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി കേരള യാത്ര എത്തിച്ചേരും. മലപ്പുറത്ത് സമാപിച്ച ശേഷം നാളെ വയനാട്ടിലാണ് പര്യടനം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മലപ്പുറം ആലത്തൂർ പടിയുടെ ഹൃദയം നിറഞ്ഞ ഐക്യദാർഢ്യം. SKN40യുടെ സമാപന സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ എത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ചു. മേൽമുറി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള യാത്രയെ കാത്തിരുന്നത് വ്യത്യസ്ത ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ്. ലഹരിയുടെയും അക്രമത്തിന്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്ന സന്ദേശവുമായി തുടരുന്ന കേരള യാത്രയ്ക്ക് മലപ്പുറം ആലത്തൂർ പടിയുടെ നിറഞ്ഞ സ്നേഹം. നാട് മുഴുവൻ ഒപ്പമുണ്ടെന്ന് തെളിയിക്കുന്നതായി ജനപങ്കാളിത്തം. കേരള ജനത അങ്ങേയറ്റം നെഞ്ചിലേറ്റുന്ന പരിപാടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്ന്. അത് തന്നെ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുന്നത് രക്ഷിതാക്കളാണ്, വിശിഷ്യ അമ്മമാരാണ്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന SKN40 സമാപന സമ്മേളനത്തിൽ മലപ്പുറത്ത് നിന്ന് 3000-ലധികം വ്യാപാരികളും വ്യവസായികളും എത്തുമെന്ന ഭാരവാഹികളുടെ പ്രഖ്യാപനം. അടുത്ത 20-ാം തീയതി കേരളം കാണുന്ന ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു യുദ്ധം തന്നെയായിരിക്കും, ഒരു സമരം തന്നെയായിരിക്കും, ഒരു പ്രഖ്യാപന സമ്മേളനമാണ്. അതിൽ ഈ സ്ഥാപനത്തിലെ അധ്യാപകന്മാർ വിദ്യാർത്ഥികളിൽ നിന്ന് എത്രത്തോളം പങ്കെടുപ്പിക്കാൻ കഴിയുമോ അത്രയും ഞങ്ങൾ അവിടെ സംഘടിപ്പിക്കും. ശേഷം മേൽമുറി ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക്. ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് നാട്ടിൽ വെളിച്ചം നിറയ്ക്കുമെന്ന ഓരോ മനുഷ്യരുടെയും പ്രതിജ്ഞ. നിങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓണാക്കിയിട്ട് ഇവിടുത്തെ വിളക്കൊന്ന് കെടുത്തിയാൽ, ഈ വൈദ്യുത വിളക്കുകളൊന്ന് കെടുത്തിയാൽ നമുക്ക് ഇതൊരു ഈ ടൂർണമെന്റിന്റെ ഒരു ദീപവിധാനം പോലെ ലോകമെമ്പാടും ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയും. മലപ്പുറത്തിന്റെ ശക്തമായ സന്ദേശമായി കാണുകയാണ്. ഇത് ഈ നാടിനെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കൂരിരുട്ടിൽ നിന്ന്, ലഹരി മാഫിയ ഉണ്ടാക്കുന്ന കൊടും കൂരിരുട്ടിൽ നിന്നും നാടിനെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ദീപിക പ്രയാണമാണിത്. കാരുണ്യത്തിൻ സേവകരാൽ കളമൂരുങ്ങി ഇന്ന് കാൽപന്ത് കളിയുടെ ആരവം പൊങ്ങി. ഞങ്ങൾക്ക് പറയാനുള്ളത് ഫുട്ബോളാണ് ലഹരി. ഹലോ, ഫുട്ബോളാണ് ലഹരി. നിങ്ങളെല്ലാവരും ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുക, ഫുട്ബോൾ മാത്രമാണ് ലഹരി. 24 മലപ്പുറം. AIADMKയും BJPയും കൈകോർത്തതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരിനാണ് തമിഴ്നാട്ടിൽ കളമൊരുങ്ങുന്നത്. ഭരണം പിടിക്കണമെങ്കിൽ പുതിയ സഖ്യത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം AIADMK വീണ്ടും NDA ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും ഒരുമിച്ച് മത്സരിച്ചപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാനത്ത് ശക്തമായ പ്രതിപക്ഷമില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിയിരിക്കുന്നു.
ഇനിയുള്ള ഒരു വർഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ നിരന്തരമായി മുഖ്യധാരയിൽ നിർത്തുകയാണ് മുന്നണിയുടെ മുന്നിലുള്ള ആദ്യ കടമ്പ. ഇരു പാർട്ടി നേതാക്കൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കണം. ത്രിഭാഷാ നയം, മണ്ഡല പുനഃക്രമീകരണം, നീറ്റ് പരീക്ഷ, വഖഫ് നിയമ ഭേദഗതി എന്നിവയിലെല്ലാം BJPയും AIADMKയും രണ്ട് തട്ടിലാണ്. മുന്നണിക്കുള്ളിൽ അഭിപ്രായ സമന്വയമുണ്ടാക്കുക പ്രധാനം. AIADMK പിന്തുണയ്ക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ നിലപാടും നിർണായകമാകും. എല്ലാത്തിനുമപ്പുറം വിജയ് എന്ന മൂന്നാമനെ തടഞ്ഞു നിർത്തണം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ TVKയ്ക്ക് സ്വാധീനമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിജയുടെ പെട്ടിയിലേക്കും എത്തിയേക്കാം. ഇതിന് തടയിടാനും AIADMK BJP മുന്നണിക്ക് കഴിയണം. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ഓശാന ഞായർ അടുത്തതോടെ ഓശാന ഗീതമൊരുക്കി UK മലയാളികൾ. ഒലീവിലക്കുമ്പും കുരുത്തോലയുമായി ജയ്വിളികളും ആർപ്പുവിളികളും ആരവങ്ങളുമായി യേശുവിനെ വാഴ്ത്തിപ്പാടിയ നാളുകളെ അനുസ്മരിക്കുന്നതാണ് ഓശാന ഗീതം. UK അറിയപ്പെടുന്ന കലാകാരിയും സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച മോനി ഷിജോയുടേതാണ് ഗാനരചന. നിരവധി പ്രശസ്ത ആൽബങ്ങൾക്കായി മോനി ഷിജോ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ബിജു കൊച്ചുകെള്ളിയുടേതാണ് സംഗീതം. ഫോക്കസ് ഫിൻഷോർ ലിമിറ്റഡ് നിർമ്മിച്ച ക്രൂശിത എൻ്റെ സ്നേഹിത എന്ന ഓശാന ഗീതം ആലപിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയ ഗായകനായ പന്തളം ബാലനാണ്. ക്രൂശിതനെ കണ്ടുകൊണ്ട് മുൻപോട്ടു ഞാനും നടന്നു നീങ്ങി ജീവിത വഴിത്താരയിൽ പതറാതെ തളരാതെ നടന്നു നീങ്ങി ക്രൂശിതാ എൻ്റെ രക്ഷകാ ക്രൂശിതാ എൻ്റെ മോചകാ ക്രൂശിതാ എൻ്റെ പാലകാ ക്രൂശിതാ എൻ്റെ സ്നേഹിതാ ക്രൂശിതാ എൻ്റെ രക്ഷകാ ക്രൂശിതാ എൻ്റെ മോചകാ. രാജ്യത്തെ ആദ്യ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ക്ലസ്റ്ററിന് കൊച്ചിയിൽ തുടക്കം. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് കേന്ദ്ര സേനകളിൽ നിന്നുമായി 1000-ലധികം പേരാണ് ക്ലസ്റ്ററിന്റെ ഭാഗമാകുന്നത്. Now coming the chief guest, Team Haryana, head by DSP Vipin Khadian. Now the team Himachal Pradesh, led by Inspector Harinder Singh. ഓൾ ഇന്ത്യ പോലീസ് സ്പോർട്സ് കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ ഈ മാസം 15 വരെയാണ് മത്സരങ്ങൾ. ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നിവയിൽ ക്ലസ്റ്റർ രൂപത്തിലാണ് മത്സരങ്ങൾ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, മണിപ്പൂർ, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സേനാംഗങ്ങൾ മത്സരത്തിനെത്തിയിട്ടുണ്ട്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. I declare the first All India Police Badminton and Table Tennis Cluster 2024-25 open. നാൽപ്പത്തിമൂന്ന് ടീമുകളാണ് ആകെ പങ്കെടുക്കുന്നത്. 1033 മത്സരാർത്ഥികൾ. ബാഡ്മിന്റൺ മത്സര വിഭാഗത്തിൽ 737 പേരും ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ 296 പേരും മത്സരിക്കും. ഇതിൽ 96 ഗസറ്റഡ് ഉദ്യോഗസ്ഥരും 200 നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഗസറ്റഡ്, നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്കും സ്ത്രീ പുരുഷ വിഭാഗങ്ങൾക്കും വേർതിരിച്ചായിരിക്കും മത്സരങ്ങൾ. DGP മുതൽ കോൺസ്റ്റബിൾ വരെയുള്ള ഉദ്യോഗസ്ഥർ മത്സരിക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 16 കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പരിപാടി നടത്തുന്നത്. മത്സരങ്ങൾ സംസ്ഥാന പോലീസ് വകുപ്പിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ലഭ്യമാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു. 14 നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. 15 വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തോടെ മത്സരങ്ങൾ അവസാനിക്കും. We swear that we will take part in the first All India Police Badminton and Table Tennis Cluster. 24 കൊച്ചി. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് പൗരസംഗമം സംഘടിപ്പിക്കും.
സാംസ്കാരിക നേതാക്കളും പൊതുജനങ്ങളും പരിപാടിയുടെ ഭാഗമാകുമെന്ന് സമരസമിതി അറിയിച്ചു. കെ സച്ചിദാനന്ദൻ, സാറ ജോസഫ്, എം എൻ കാരശ്ശേരി, ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് അടക്കമുള്ള പ്രമുഖരാണ് പരിപാടിക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. വിവരങ്ങളുമായി മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘ്ന, വിവരങ്ങൾ. ആദ്യം തന്നെ സമരത്തിന്റെ പരിപാടികളിലേക്കൊക്കെ വരുന്നതിന് മുന്നേ കനത്ത മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അത് ഇന്ന് കുറച്ച് സമയം മുന്നേ, മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴയത്താണ് ഇവർ ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് തന്നെയാണ് ആദ്യം തന്നെ ഈ രാവിലെ പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം ഈ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഒരു ടർപ്പായി കെട്ടിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു സത്യാഗ്രഹം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടം തന്നെയാണ്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനാവുന്നതുമാണ്. അതിന്റെ ഇടയിലാണ് ഈ 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഒരു പൗര സംഘവുമായി, കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ ഒരു പൗര സംഘവുമായി എത്തുന്നത്. അത് ഈ മഴ വെല്ലുവിളിയാകുമോ എന്നുള്ള ആശങ്കകളടക്കം അവർക്കുണ്ട്. പക്ഷേ അവർ പിന്നോട്ടില്ല. കഴിഞ്ഞ 2 മാസമായി അവർ ഇങ്ങനെ പല മഴകളും വെയിലും ഒക്കെ കണ്ടതാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ട്, ആത്മവിശ്വാസമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ സമരം നടത്തേണ്ടത്, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പൗരസംഘവുമായി ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങളടക്കം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് ആളുകൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൗര സംഗമത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് പരിപാടിയുടെ ഒരുക്കങ്ങളൊക്കെ? സമരം ശക്തമാക്കാൻ തന്നെയല്ലേ നിലപാട്? അതെ, സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു പരിപാടി, വലിയ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെ പ്രമുഖരായ ആളുകൾ, എഴുത്തുകാരും കലാകാരന്മാരും കലാകാരികളും എല്ലാ മേഖലയിലുമുള്ള വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തുകയാണ്. പൗരസാഗരം എന്നുള്ള പേരിൽ അവരുടെ തന്നെ മുൻകൈയിലാണ് അത് സംഘടിപ്പിക്കപ്പെടുന്നത്. ചേച്ചി, കനത്ത മഴയാണല്ലോ. കുഴപ്പമില്ല, എന്നാലും നമ്മുടെ ആവശ്യം നേടും വരെ നമ്മളിവിടെ ഇതിൽ നിന്ന് പിന്മാറില്ല. ഇങ്ങനെ തന്നെയാണ്, കനത്ത മഴയാണ്. പക്ഷേ ഈ മഴയിൽ തളരില്ല. അത് കഴിഞ്ഞ 2 മാസമായി ഇവർ പ്രഖ്യാപിച്ച നിലപാട് തന്നെയാണ്. ഈ മഴയിൽ തളരില്ല. അവരുടെ ആവശ്യങ്ങളായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക, ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് അത് സർക്കാർ അംഗീകരിക്കുന്നത് വരെ, അത് പലതവണ ചർച്ചകൾ നടക്കുന്നു, പല അധികൃതരുമായി ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ അത് സർക്കാർ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ആശാ വർക്കർമാർ ഉള്ളത്. അത്തരത്തിൽ ആ ഒരു ഡിമാൻഡുകൾ അംഗീകരിക്കുന്നത് വരെ പല സമരപരിപാടികളുമായും ആശാ വർക്കർമാർ മുന്നോട്ട് പോകും. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് മേഘ്ന മുരളി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം കടുപ്പിച്ച് ഉദ്യോഗാർത്ഥികൾ. സർക്കാർ ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത സാഹചര്യത്തിൽ പുതിയ സമരരീതികളിലൂടെ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭിക്ഷയാചിച്ചും ഏത്തമിട്ടും മുട്ടിലിഴഞ്ഞുമെല്ലാം ഉദ്യോഗാർത്ഥികൾ സമരം നടത്തിയിരുന്നു. ഈ മാസം 19-നാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. കാലാവധി കഴിയും മുമ്പ് പരമാവധി നിയമനം നടത്തുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കനത്ത സുരക്ഷയിൽ NIA ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ പ്രാഥമിക വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടിയതെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന്റെ പുരോഗതി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിലയിരുത്തി. ഗൂഢാലോചനയിൽ ഉൾപ്പെടെ റാണയ്ക്കെതിരെ കൂടുതൽ തെളിവ് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം. അഗ്നൂർ സെക്ടറിലെ കെരി ബറ്റ് മേഖലയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. വെടിവെപ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? വിവരങ്ങൾ എന്താണ് വിനീത? ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാവുന്നത്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അക്നൂർ സെക്ടറിലെ കെരി ബട്ടൽ മേഖലയിലാണ് ഭീകരർ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. ആയുധധാരികളായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. പിന്നാലെ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി, വെടിവെപ്പുണ്ടായി. ഇപ്പോഴും ആ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വെടിവെപ്പിൽ ഒരു സൈനികന് പരിക്കേറ്റിട്ടുമുണ്ട്. വിനീത VG വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.